പ്രിയപ്പെട്ടവരെ, അങ്ങനെ മഹാവ്യാഴമാറ്റം സംഭവിക്കുകയാണ്. 2026 ജൂൺ മാസം 2-ാം തീയതി രാത്രി 1:48 വ്യാഴം മിഥുനം രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് മാറുകയാണ്. അതായത് വ്യാഴസംക്രമം സംഭവിക്കുകയാണ്. 1201 ആണ്ട് ഇടവമാസം 19-ാം തീയതി മൂലം നക്ഷത്രത്തിലാണ് ഈ സംക്രമം നടക്കുക. കർക്കിടകം രാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഴത്തിന്റെ ഉച്ചരാശിയാണ്. ഉച്ചരാശിയിൽ വ്യാഴം നിൽക്കുമ്പോൾ ഒട്ടേറെ നക്ഷത്രങ്ങൾക്ക് ഗുണപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും സംഭവിക്കുക. എന്നാൽ ചില നക്ഷത്രക്കാർക്ക് വ്യാഴത്തിന്റെ ഈ മാറ്റം അത്ര കണ്ട് ഗുണകരവും ആയിരിക്കുകയില്ല. 12 വർഷത്തിന് ശേഷമാണ് ഈ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം കർക്കിടകത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഒരു വർഷക്കാലമാണ് വ്യാഴം ഒരു രാശിയിൽ നിൽക്കുന്നത്. 2025 മെയ് മാസം 14-ാം തീയതി തൊട്ട് മിഥുനം രാശിയിലാണ് വ്യാഴം നിൽക്കുന്നത്. 12 രാശികളിലായിട്ട് നിലകൊള്ളുന്ന 27 നക്ഷത്രങ്ങൾക്കും വ്യാഴത്തിന്റെ പ്രഭാവം അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം ഗ്രഹനിലയും വ്യാഴത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതിയൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ടുള്ള വഴിപാടുകളൊക്കെ നിർണയിച്ചു വേണം ഈ കാലഘട്ടത്തിൽ ദോഷങ്ങളെല്ലാം നമ്മൾ പരിഹരിക്കേണ്ടത്. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ വ്യാഴമാറ്റത്തെയും വ്യാഴമാറ്റം കൊണ്ടുള്ള ഗുണം വർദ്ധിച്ചു വരാനുള്ള പരിഹാരങ്ങളെയും അതുപോലെ തന്നെ ദോഷങ്ങൾ കുറയ്ക്കാനുള്ള ചില നിർദ്ദേശങ്ങളെയും നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. നമസ്കാരം, ഞാൻ RJ അയ്യർ ഹരിചന്ദ്ര മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ, ജ്യോതിഷ സംബന്ധമായ, മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിന്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് കാണാൻ പറ്റും. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുക. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴെയും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതിയാകും. അതിനായിട്ട് ഇതുവരെയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യണം. ഒപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. എങ്കിൽ മാത്രമായിരിക്കും പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനും റെക്കമെൻഡേഷനും ഒക്കെ നിങ്ങൾക്ക് ലഭ്യമാവുക. എങ്കിലല്ലേ നിങ്ങളുടെ പേരും മറ്റു ഡീറ്റെയിൽസും നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയൂ. അപ്പോൾ അതിനെ ഒന്ന് പരിഗണിക്കുക. അപ്പോൾ നമുക്ക് വ്യാഴമാറ്റത്തെക്കുറിച്ച് വിശദമായിട്ടൊന്ന് നോക്കാം. ഇന്ന് നമുക്ക് മിഥുനക്കൂറിന് ഈ വ്യാഴമാറ്റം എപ്രകാരമാണ് എന്ന് നോക്കാം. മകേരത്തിൻ്റെ ബാക്കി പകുതി, തിരുവാതിര, പുണർത്തത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് 7-ാം ഭാവാധിപനും 10-ാം ഭാവാധിപനുമായ വ്യാഴം 2-ാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുകയാണ്. ആ സ്ഥിതിയിൽ മിഥുനൻ രാശിയുടെ 6-ാം ഭാവത്തിലേക്ക്, അഷ്ടമ ഭാവത്തിലേക്ക്, 10-ാം ഭാവത്തിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിക്കുന്നുണ്ട്. ഈശ്വരാധീനം വേണ്ടുവോളം ഉള്ള സമയക്കാലമാണെന്ന് നമുക്കിതിൽ പറയാം. 2-ാം ഭാവം എന്നാൽ കുടുംബം, ധനം, വാക്ക് എന്നിവയെ സൂചിപ്പിക്കുന്നുണ്ട്. വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനനേട്ടം ഉണ്ടായി വരും. ബാധ്യതകളൊക്കെ വീട്ടിയെടുക്കാൻ പറ്റും. നമ്മളെ കുറേ കാലമായിട്ട് അലട്ടിക്കൊണ്ടിരുന്ന ശത്രുശല്യത്തിന് ഒരു പരിഹാരം കാണാൻ പറ്റും. കേസ് വഴക്കുകളിൽ നിന്ന് മോചനം കിട്ടുന്നതാണ്. രോഗാദി ദുരിതങ്ങളിൽ നിന്ന് ശമനം കിട്ടുന്നതാണ്. ചികിത്സകൾ ഫലിച്ചു വരുന്നതാണ്. മറഞ്ഞിരിക്കുന്ന ചില രോഗങ്ങളെ കണ്ടെത്തുകയും അതിന് യഥോചിതമായിട്ടുള്ള ചികിത്സകളൊക്കെ ചെയ്യാനും പറ്റുന്നതാണ്. സുഹൃത്തുക്കളായിട്ടോ ബന്ധുക്കളായിട്ടോ യോജിച്ച് മുന്നോട്ട് പോയിട്ട് ധനപരമായിട്ടും മാനസികപരമായിട്ടുള്ള ഉയർച്ച ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള ബന്ധത്തിന് ദൃഢത വരുന്നതാണ്. കർമ്മരംഗത്ത് നേട്ടം കൈവരിക്കാൻ പറ്റുന്നതാണ്. വാക്കുകൾക്ക് വിലയുണ്ടാകുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇത്. കുടുംബത്ത് സമാധാനവും സന്തോഷമൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യും. വിവാഹാദി മംഗളകാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാലയളവാണ്. അഭിപ്രായ വ്യത്യാസം മൂലം നമ്മിൽ നിന്ന് മാറുന്നവരൊക്കെ പതിയെ അടുത്തുകൂടുന്ന കാലഘട്ടമായിരിക്കും. ഇൻ്റർവ്യൂ, പരീക്ഷാദി കാര്യങ്ങളിൽ വിജയം കൈവരിക്കാൻ പറ്റുന്നതാണ്. പുതിയ പദ്ധതിയിലൂടെ നേട്ടം കൈവരിക്കാൻ കഴിയുന്നതാണ്. സ്വാഭിമാനത്തെ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ശാസ്ത്ര ഗവേഷണ രംഗത്ത് നേട്ടം കൈവരിക്കാൻ പറ്റുന്നതാണ്. വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട യാത്രകൾ ഗുണം ചെയ്യുന്നതാണ്. എന്നാൽ വിദേശത്ത് പണം കൊടുത്തിട്ട് ഉള്ള തരത്തിലുള്ള യാത്രകളിൽ തട്ടിപ്പുകളെ ശ്രദ്ധിക്കേണ്ടതാണ്. ധനപരമായിട്ടുള്ള കാര്യങ്ങൾ എവിടെയെങ്കിലും നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർ സുരക്ഷിതമായിട്ടുള്ള മാർഗം സ്വീകരിക്കുക. തെറ്റായിട്ടുള്ള നിക്ഷേപ പദ്ധതികളിൽ ചെന്ന് ചാടി പണം ഹോൾഡായി പോകാനോ അല്ലെങ്കിൽ തിരികെ കിട്ടാത്ത തരത്തിൽ നഷ്ടമായി പോകാനോ സാധ്യതയുണ്ട്. ദൂരദേശ യാത്രകൾ വേണ്ടി വരുന്നതാണ്. അതിൽ നിന്ന് മേന്മ കിട്ടുന്നതാണ്. തൊഴിൽ രംഗത്ത് മാറ്റങ്ങൾ പ്രകടമാകുന്നതാണ്. ഈശ്വരാധീനം വർദ്ധിച്ചു വരുന്ന കാലഘട്ടമായതുകൊണ്ട് തന്നെ കൃഷി, ജൈവിക വസ്തുക്കളുടെ നിർമ്മാണം ഇവയിൽ നിന്നൊക്കെ ഗുണം കിട്ടുന്നതാണ്.
സർക്കാർ തലത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് സ്ഥലം മാറ്റം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ സ്ഥാനക്കയറ്റവും ഉണ്ടായി വരുന്നതാണ്. നല്ല വാക്കുകൾ മറ്റുള്ളവരിൽ നിന്ന് കേൾക്കാനുള്ള യോഗമുണ്ട്. ധനം, ധാന്യം മുതലായവ വർദ്ധിച്ചു വരുന്ന കാലഘട്ടമാണ്. ക്രയവിക്രയങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധ വച്ചുകൊള്ളുക. മൂന്നാമസ്ഥനായിട്ട് വന്നു നിൽക്കുന്ന വ്യക്തിയിൽ നിന്ന് നമുക്ക് ധനപരമായിട്ടുള്ള ഒരു സമ്മർദ്ദം ഉണ്ടായി വന്നേക്കാം. നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന ചില വസ്തുവകകൾ തിരികെ കിട്ടാനിടയാകുന്നതാണ്. സിനിമ, സാഹിത്യം, രാഷ്ട്രീയം തുടങ്ങിയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. നഷ്ടപ്പെട്ടുപോയി എന്ന് കരുതിയിരുന്ന അഭിമാനം തിരികെ പിടിക്കുന്നതിന് പറ്റുന്ന കാലഘട്ടമാണ്. നഷ്ടത്തിലായിരുന്ന ചില പദ്ധതികളെ പുനരുജ്ജീവിപ്പിച്ച് നേട്ടത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നതാണ്. മംഗളാദി കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതാണ്. ക്ഷേത്രദർശനം ചെയ്യുന്നതാണ്. ദീർഘകാലമായി പോകാൻ ആഗ്രഹിച്ചിരുന്ന ചില സ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള യോഗമുണ്ട്. സാംസ്കാരിക പ്രവർത്തകർക്ക് നേട്ടം കൈവരിക്കുന്ന കാലഘട്ടമാണ്. പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനും കഴിയുന്നതാണ്. സിനിമാ മേഖലയിൽ അഭിനേതാക്കളായിരിക്കുന്ന വ്യക്തികൾക്ക് പുതിയ അവസരങ്ങൾ കൂടുതലായിട്ട് ലഭ്യമാകുന്നതാണ്. കണ്ണുമായി ബന്ധപ്പെട്ട ചില പ്രയാസങ്ങൾ ഉണ്ടായി വരാം എന്നുള്ളതുകൊണ്ട് തന്നെ കാഴ്ചക്കുറവ്, വൈകല്യങ്ങളൊക്കെ ഉള്ളവർ കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ഈ കാലയളവിലെ ഗുണങ്ങൾ വർദ്ധിച്ചു വരുന്നതിനും ദോഷാധിക്യങ്ങൾ കുറഞ്ഞു വരുന്നതിനുമായിട്ടുള്ള പരിഹാര കാര്യങ്ങൾ നിർദ്ദേശിക്കാം. കുടുംബക്ഷേത്രത്തിലെ യഥാശക്തി വഴിപാട് കഴിപ്പിക്കുക. വ്യാഴാഴ്ച ദിവസം രാവിലെ സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിലെ അരയാൽ പ്രദക്ഷിണം വച്ച് ഓം ബൃഹസ്പതയെ മന്ത്രം ജപിക്കുക. ശ്രീ ഗോപാലയന്ത്രം യഥാവിധി തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുക. വിഷ്ണു ക്ഷേത്രത്തിലെ ഗണപതിക്ക് ചതുർത്ഥി ദിവസം നാളികേരം ഒരെണ്ണം വെച്ച് ഉടയ്ക്കുക. ഏകാദശി ദിവസം കൃഷ്ണക്ഷേത്രത്തിൽ മഞ്ഞപ്പട്ട് സമർപ്പിക്കുക. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഗുണങ്ങൾ വർദ്ധിച്ചു വരാനും ദോഷം കുറച്ചു കൊണ്ടുവരാനുമുള്ള പരിഹാര നിർദ്ദേശങ്ങളാണ് നൽകിയത്. ഇതുംപടി നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നേറിയാൽ നിങ്ങൾക്ക് ഈ വരുന്ന മാസങ്ങളിൽ മെച്ചപ്പെട്ട നേട്ടങ്ങളെ പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഇതിന് കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സാപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.